Namaste, my dear students. Today we are going to learn about the mail merge option in MS Word. It's a simple feature in MS Word to send a letter or an email or envelope, etc., to more than one recipient. That is, by creating a simple email document or by creating a simple letter document, you can send that letter single document to multiple recipients, that is more than one recipients at a single click. That is the feature or the advantage in mail merge option. For example, let's see a letter. This is a business invitation letter. It's a sample letter. Okay. The matter of the letter is for inviting so many people for visiting a 2 day camp. Okay, this is the matter of the letter. Here, the change will be the address part only. Just imagine that. For inviting a team or for inviting a group of people to a job fair or to a lab visit for 2 day program, the matter will be same. ഓക്കെ only the change is the to address. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ അയക്കുന്ന സമയത്ത് നമ്മൾ ആ മാറ്റർ എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിലാണ് ആനുവൽ ഡേക്ക് നമ്മൾ പാരൻസിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആനുവൽ ഡേ പ്രോഗ്രാം അതിൻ്റെ ഇനാഗുറേഷൻ ആരാണ്, എത്ര മണിക്കാണ്, അതിൻ്റെ പ്രോഗ്രാംസ് എന്നുള്ള ഇൻവിറ്റേഷൻ എല്ലാം സെയിം ആയിരിക്കും. ദ ഓൺലി ചേഞ്ച് ഈസ് ദ അഡ്രസ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എല്ലാവരുടെ പാരൻസിനും അത് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ പാരൻസിൻ്റെ നെയിം അതേപോലെ അഡ്രസ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനാണ് ഞാനിവിടെ റെഡ് കളറിലൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ ആകെ ചേഞ്ച് വരുന്നത് എന്താണ്, നെയിം ആൻഡ് അഡ്രസ്. സോ ഇത് നമ്മൾ വേർഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, നമ്മളിതൊക്കെ ടൈപ്പ് ചെയ്ത് ഓരോരുത്തരുടെയും പേരും അഡ്രസ്സും നമ്മൾ മാറി മാറി ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. നോർമൽ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് വേണം, നമ്മൾ ഇതെല്ലാം മാറി മാറി ചെയ്യണം. അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് വേർഡ് യൂസ് ചെയ്തുകൊണ്ട് മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ വൺസ് നമ്മൾ ഇതിന്റെ അഡ്രസ്സ് എല്ലാം നമ്മൾ ഒരു വട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വട്ടം വേണമെങ്കിലും എത്ര അഡ്രസ്സ് വേണമെങ്കിലും എത്ര ലെറ്റർ വേണമെങ്കിലും അതിന് യാതൊരുവിധ ടൈപ്പിങ്ങോ ആവശ്യമില്ലാണ്ട് ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ മാത്രം അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കോളും. അത് എത്രയോ വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ ലെറ്റർ യൂസിങ് മെയിൽ മെർജ്, അതാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഫോർ ദാറ്റ് we want the software, that is MS Word. Okay, there are two parts in mail merge. First is the main document. That is the standard letter to be sent. നമ്മൾ എന്താണോ ലെറ്റർ ടൈപ്പ് അയക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ മെയിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അതാണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കേസ് ഇത്ര ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പോർഷൻ അതാണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഡാറ്റ സോഴ്സ് ഓർ ഡാറ്റ ഫയൽ. What is data source or data file? That is എന്താണ് ഇൻഫോർമേഷൻ ടു ബി ആഡഡ്. എന്തിലേക്ക് ആഡ് ചെയ്യണം, ഇതാ ഈ ഒരു ഇൻഫോർമേഷൻ ആണ് ഉദ്ദേശിച്ചത് ഉണ്ടോ. അതായത് ഇതെല്ലാം ഇൻഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ലെറ്ററിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ, അതായത് നെയിം, അഡ്രസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഏതൊരു മെയിൽ മെർജ് സെറ്റ് ചെയ്യാൻ വേണ്ടി സമയത്ത് ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഇസ് ദ മെയിൻ ഡോക്യുമെന്റ്, അതായത് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ലെറ്റർ. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ആർക്കാണോ ആ ലെറ്റർ അയക്കേണ്ടത് അവരുടെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം വേണ്ടേ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് അഡ്രസ്സ്, നമുക്ക് ലെറ്റർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിക്സ്ത്തിലുള്ള എല്ലാ പാരൻസിനും അയക്കണമെന്നുണ്ടെങ്കിൽ ആ സിക്സ്ത്തിലുള്ള എല്ലാ പാരൻസിന്റെയും അഡ്രസ്സ് ഇവിടെ ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ഡാറ്റ സോഴ്സ് ഡാറ്റ ഫയൽ എന്ന് പറയുന്നത്. അതൊരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അവർക്ക് അയക്കേണ്ട ലെറ്റർ ആണ് ഈ കാണുന്നത്, സ്റ്റാൻഡേർഡ് ലെറ്റർ ആയിട്ട് ഇവിടെ മെയിൻ ഡോക്യുമെന്റ് ആയിട്ട് കാണുന്നത്. സോ നമുക്കത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഓപ്പൺ എ ന്യൂ പേജ്. ഓക്കെ, ഫ്രം ഹിയർ യു ക്യാൻ സി മെയിലിംഗ്സ് ടാബ്. ഉണ്ടാവും മെയിലിംഗ്സ് ടാബിൽ വന്നു കഴിഞ്ഞാൽ
ഇങ്ങോട്ട് കാണാം സ്റ്റാറ്റ് മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഫ്രം ദ സ്റ്റാറ്റ് മെയിൽ മെർജ് ഗ്രൂപ്പ് see the first option stat mail merge. Click on the arrow mark. Letters, email, envelope, label, directory. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് മെയിൽ മെർജിൽ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത്. ലെറ്റേഴ്സ്, എൻവലപ്പ്, ഇമെയിൽ, എൻവലപ്പ്, ലേബിൾ, ഡയറക്ടറി. ഈ 5 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ മെയിൽ മെർജിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഓരോ ജസ്റ്റ് നോക്കാം. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഇത് തന്നെയാണ് ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. കോമൺ ആയിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ബിസിനസ് ആയിട്ട് ഏത് പേഴ്സണൽ ലെറ്റർ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു അങ്കിളിന് ലെറ്റർ അയക്കുകയാണെങ്കിൽ അതേ ലെറ്റർ നമുക്ക് ബ്രദറിന് അയക്കാൻ വേണ്ടി പറ്റും, അതേ ലെറ്റർ നമുക്ക് കസിൻ സിസ്റ്ററിന് അയക്കാൻ വേണ്ടി പറ്റും. അതില്ല, പേഴ്സണൽ ലെറ്റർ അല്ല, ഫോർമൽ ലെറ്റർ. അതായത് ഒരേ ഫോർമാറ്റിലുള്ള ലെറ്റർ ഒരുപാട് പേർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് mail merge. And the second is email message. This is the option used to send a personalized email to each recipient. എല്ലാ റെസിപ്പിയൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ അയക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാം? ഒരേ മെയിൽ ലെറ്റർ ഒരുപാട് യൂസേഴ്സിന് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് or the next is envelope. What is envelope? എന്താ envelope എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കവർ അല്ലെ. നമ്മൾ കവറിനെ അവിടെ പിക്ചർ കൊടുത്തിട്ട് കാണാം, ഇത് നോക്കി കഴിഞ്ഞ് കാണാം. എൻവലപ്പ് മീൻസ് കവർ. ദ ഓപ്ഷൻ ഈസ് യൂസ് ഫോർ പ്രൊഡ്യൂസിങ് എൻവലപ്സ്. അതായത് കവറിന്റെ മുകളിലൊക്കെ നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെ എല്ലാവരുടെ അഡ്രസ്സും നമുക്ക് കവറിന് മുകളിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ലേബിൾസ് എന്ന് പറഞ്ഞാൽ യൂസ് ടു പ്രിന്റ് ദ ഷീറ്റ്സ് ഓഫ് ലേബിൾസ്. അതായത് നമ്മൾ ഈ കൊടുത്ത അഡ്രസ്സിനെയൊക്കെ നമുക്ക് വലിയൊരു പാക്കേജ് ഒക്കെ ആണ് നമ്മൾ അയക്കാൻ വേണ്ടി വിചാരിക്കും. വലിയ ബണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ സ്റ്റിക്കർ ആയിട്ടൊക്കെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേ അഡ്രസ്സ് തന്നെ. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഫോൺ ഡയറക്ടറി ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരുപാട് കളക്ഷൻ ഓഫ് ഫോൺ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കില്ല, അതേപോലെ കളക്ഷൻ ഓഫ് അഡ്രസ്സ് ആയിരിക്കും ഈ ഡയറക്ടറിയിൽ ഉണ്ടായിരിക്കും. നമ്മൾ സേവ് ചെയ്യുന്ന ഈ അഡ്രസ്സുകളെല്ലാം നമ്മൾ ഡയറക്ടറി ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, അത് നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇത് ഇത്രയും 5 ഓപ്ഷൻസ് ആണ് നമുക്ക് മെയിൽ മെർജിൽ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് നമ്മൾ ലെറ്റർ മാത്രം നമുക്ക് സാമ്പിൾ നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? മെയിലിങ്സിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മെയിൽ മെർജിൽ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് മെയിൽ മെർജ്. ഇപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ എനേബിൾ ആയി കിടക്കുന്നത്? വിച്ച് ഈസ് ഓപ്ഷൻ എനേബിൾഡ് നൗ? യെസ്, നോർമൽ വേർഡ് ഡോക്യുമെന്റ് അല്ലെ, അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. നോർമൽ വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തിട്ട് ലെറ്റർ എന്നതിലേക്ക് മാറ്റണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ചേഞ്ചസ് ഒന്നും സ്ക്രീനിൽ കാണുന്നില്ല, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ എന്താണ്? ലെറ്റർ എന്ന് പറഞ്ഞാണ് നമുക്ക് എനേബിൾ ആയി കിടക്കുന്നത്. സോ നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെലക്ട് റെസിപ്പിയനിൽ ചെന്ന് ടൈപ്പ് ന്യൂ ലിസ്റ്റ്. നമ്മളിവിടെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? ഡാറ്റ സോഴ്സ് അല്ലെ. ഈ ഡാറ്റ സോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെലക്ട് റെസിപ്പിയൻ, ക്ലിക്ക് ഓൺ സെലക്ട് റെസിപ്പിയൻ, ടൈപ്പ് ന്യൂ ലിസ്റ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേബിൾ. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഫിഗറിലുള്ള പോലത്തെ ജസ്റ്റ് കുറച്ച് പേരുകൾ കൊടുക്കാം. പ്രസാദ് പി, കമ്പനി നെയിം ജസ്റ്റ് ഒരു ടാറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. ടാറ്റ ജസ്റ്റ് ബോംബെ, മുംബൈ. ഓക്കെ, ഇത്രേ കൊടുക്കുന്നുള്ളൂ. ഇനി ഒരുപാട് ഫീൽഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതെല്ലാം ഒന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നമുക്ക് സാമ്പിൾ ആയിട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്തു, മിസ്റ്റർ പ്രസാദ് പി, ടാറ്റ കമ്പനി, മുംബൈ. ദെൻ ന്യൂ എൻട്രി, മിസ്റ്റർ ദിനേശ് എസ് Benz Delhi. Okay, new entry. Step.
created four address. Okay, just ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കി റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് അഡ്രസ് ലൈൻ ടു സിറ്റി സ്റ്റേറ്റ് കോഡ് കൺട്രി ഹോം ഫോൺ വർക്ക് ഫോൺ ഇമെയിൽ അഡ്രസ് ഇത്രയും ഫീൽഡ്സ് നമുക്ക് കൊടുക്കാം. ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല, ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ കൊടുത്തത് ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഹാവ് ഗിവൻ ദ ടൈറ്റിൽ, ഹാവ് ഗിവൻ ദ ഫസ്റ്റ് നെയിം, ഹാവ് ഗിവൻ ദ ലാസ്റ്റ് നെയിം, ഹാവ് ഗിവൻ ദ കമ്പനി നെയിം ആൻഡ് ഓൾസോ അഡ്രസ് ലൈൻ. Okay, just click on the OK option. You want to save that data file. Just address list. I given a name address list and click on the save button. Okay. And after creating that, I have created the main document. See, I have created the main document. First, I have created the list. Second, I have created the main document just by copying pasting. Okay. So two methods I have completed, two steps I have completed. First one is what? Yes, the recipient list, and second is this main letter. And after that, I want to add that fields. Click on the insert merge field option from the right hand insert fields. Click on the first one, title. Okay, then first name, then last name, then company name, then address line 1. Okay, after that click on the preview result option. Okay, I will show once again. Then click on the next option, Dinesh, Benz Delhi, then Sariharan Maruti Calcutta, then 4 Neha Crompton Jammu. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ അഡ്രസ്സിലും വന്ന് സെപ്പറേറ്റ് ലെറ്റേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞു. നോക്കി നോക്കൂ, കണ്ടോ, 4 ലെറ്റർ ഓട്ടോമാറ്റിക്കലി വന്നു. നമുക്ക് പ്രിന്റ് എടുക്കാൻ എളുപ്പമാണല്ലോ. ഓക്കെ, ഫിനിഷ് എന്ന് കഴിഞ്ഞാൽ പ്രിന്റ് ഡോക്യുമെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രിന്റ്സും എടുക്കാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. എക്സിസ്റ്റിംഗ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബോഡി ഓഫ് ദ ലെറ്റർ മെയിൻ ഡോക്യുമെന്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഞാനത് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനത് കോപ്പി ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫീൽഡ്സ് ആണോ നമുക്ക് ആ ബോക്സിന് ആ ടേബിളിൽ നമുക്ക് ഇങ്ങോട്ട് മെർജ് ചെയ്യേണ്ടത് അത് ഓരോന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യുന്ന ഓപ്ഷനാണ് റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് ചെയ്ത് കൊടുത്ത പേരുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി, അഡ്രസ് ലൈൻ, ഇത്രയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അത് ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ടൈറ്റിൽ കൊടുക്കുക, ദെൻ ഫസ്റ്റ് നെയിം കൊടുക്കുക, ദെൻ ലാസ്റ്റ് നെയിം കൊടുക്കുക, ദെൻ അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കമ്പനി നെയിം, നെക്സ്റ്റ് ലൈനിൽ അഡ്രസ് ലൈൻ 1. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് ആരോ മാർക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓരോന്നായിട്ട് കാണാം. ഓക്കെ, നമ്മൾ പ്രിവ്യൂ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായത്. ഏതൊക്കെയാണ് ഓരോന്നേലും നോക്കാം. ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ടൈറ്റിൽ കൊടുത്തു, ഒരു സ്പേസ് അടിക്കുക. ഇൻസേർട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, ഒരു സ്പേസ് അടിക്കുക, ദെൻ ലാസ്റ്റ് നെയിം കൊടുക്കുക,
ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ എന്താണ് കമ്പനി നെയിം, ദെൻ നെക്സ്റ്റ് ലൈനിൽ അഡ്രസ് ലൈൻ 1. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസേർട്ടിങ് മെർജിങ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് മെർജ് ചെയ്തത്? നമ്മുടെ ഈ മെയിൻ ഡോക്യുമെന്റും വി ഹാവ് മെർജ് ദ മെയിൻ ഡോക്യുമെന്റ് വിത്ത് ദ അഡ്രസ് ലിസ്റ്റ് അല്ലെ, നമ്മൾ ഡാറ്റ ലിസ്റ്റുമായിട്ട് നമ്മൾ മെർജ് ചെയ്യാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രിവ്യൂ നോക്കിയാൽ മതി. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ പ്രിവ്യൂ റിസൾട്ട് ഓപ്ഷൻ. നമ്മൾ ആ മെർജ് ചെയ്തിട്ട് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഓരോ ലെറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ വരും. ഓട്ടോമാറ്റിക്കലി ലെറ്റർ 1 വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ വന്നു. നെക്സ്റ്റ് ആരോ മാർക്ക് അടുത്ത ലെറ്റർ, അടുത്ത ലെറ്റർ, ഇങ്ങനെ 4 ലെറ്റേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. ഇതാണ് മെയിൽ മെർജ് ഓപ്ഷൻ. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് എ മെയിൽ മെർജ് യൂസിങ് MS Word. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് പ്രിവ്യൂയിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫിനിഷ് ആൻഡ് മെർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അതിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിന്റ് ഡോക്യുമെന്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇമെയിൽ ആയിട്ട് നമുക്ക് അയക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.